പൗലോസേ, ചില അണലികളൊക്കെ നിൻ്റെ കയ്യെ ചുറ്റുന്നത് നിന്നെ വിഷം ചീറ്റി ഉദരം വീർപ്പിച്ച് സമയത്തിന് മുമ്പ് എടുക്കാനാണ്. പക്ഷെ നിനക്കറിയാം, എൻ്റെ മേലുള്ള അഭിഷേകം ആ അണലിയെ കുടഞ്ഞു കളഞ്ഞിട്ട്, ആ തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞിട്ട് എൻ്റെ മേലുള്ള ശുശ്രൂഷ വെളിപ്പെടുത്താനാണ്. ഇല്ലേ? മണിമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ദൈവം നമുക്ക് വീണ്ടും ദാനമായിട്ട് തന്നേക്കുക. സ്തോത്രം. നമ്മുടെ ദൈവം എത്ര നല്ല ദൈവമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം, ഭൂമിയിലെ പൊടിയെ നാഴി കൊള്ളിക്കുന്ന ദൈവം, ഈ ദൈവം ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടുന്ന അതാത് സമയങ്ങളിൽ നമ്മളോട് സംസാരിച്ച് നമ്മുടെ വിഷയത്തിനകത്തൊക്കെ എത്ര പരിഹാരം വരുത്തുന്നത്, അല്ലേ? പക്ഷെ നമുക്ക് ഈ ദൈവത്തിൻ്റെ വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. കർത്താവിൻ്റെ വേലയുടെ ഭാഗമാകാം. മടങ്ങി വരട്ടെ. അപ്പോസ്തലപ്രവൃത്തി 28 അധ്യായം 5 വാക്യം. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ട് അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു. ഇതുപോലെ ചില നിന്നോട് പറയാൻ പോവാ. ചിലതൊക്കെ സംഭവിക്കുന്നത് കണ്ടിട്ട് നീ എന്തൊക്കെയോ പാപം ചെയ്തിട്ടാ, നീ എന്തൊക്കെയോ ദൈവത്തിന് അകന്നു പോയിട്ടാ എന്നൊക്കെ കുറ്റം പറയുന്ന ചിലർ തിരുത്തുന്ന സമയമായി. യേശു കർത്താവ് പറയുന്നൊരു പദമുണ്ട്, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടില്ല, ഇവന് ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ്റെ മഹത്വം വെളിപ്പെടാനാ. അങ്ങനെ ചിന്തിക്ക്. സ്തോത്രം. നോക്കിയേ, ഇവിടെ എന്തോ സംഭവിച്ചേ? 14 ദിനരാത്രങ്ങൾ സൂര്യചന്ദ്രന്മാരെ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റടിച്ച് രക്ഷപ്പെടുന്നുള്ള ആശയൊക്കെ അറ്റുപോയിട്ട് ഈ പറയപ്പെടുന്ന പൗലോസ് പറഞ്ഞൊരു ദൂതിൻ്റെ പുറത്ത് പലക കഷ്ണത്തെ പിടിച്ച് മെലീത്തയുടെ മണ്ണിലെത്തിയതാണ്. കണ്ടോ? ജീവിച്ചിരിക്കാൻ സമ്മതിക്കാതെ കാറ്റും കടലും കോളും എല്ലാം വന്ന് പക്ഷെ ഒരെണ്ണത്തിൻ്റെ പ്രാണനെ തൊടാൻ പറ്റിയില്ല. ദൂതുണ്ടായിരുന്നു, നിങ്ങളുടെ പ്രാണങ്ങൾക്കൊന്നും വരുത്തില്ല, പക്ഷെ കപ്പൽ നശിക്കും. അങ്ങനെ മെലീത്തയുടെ മണ്ണ് 276 പേരും രക്ഷപ്പെട്ടെത്തി. എന്നിട്ടോ അവിടെയുള്ള ശക്തി, ചിലർ വിചാരിക്കും ഇവിടുന്ന് അവിടെ പോരാ. ഇല്ല, സർവ്വലോകം ദുഷ്ടൻ്റെ അധീനനെ കിടക്കുക. അതുകൊണ്ട് നീ ഓടിപ്പോകാമെന്നൊന്നും ചിന്തിക്കണം. നീ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ചിലരെ ദൈവഹിതപ്രകാരം മാറ്റുന്നതുണ്ടേ, അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇങ്ങോട്ടെങ്കിലും പോയാൽ ഇല്ല. എല്ലാം ദുഷ്ടൻ്റെ നീയാ ബലപ്പെടേണ്ടത്, നീയാ കരുത്തനാകേണ്ടത്. പൗലോസിന് നല്ലവണ്ണം മനസ്സിലായി, ടാർഗറ്റ് ചെയ്യുന്ന എന്നെയാ. അവനൊന്ന് ആത്മാവിൽ കത്താൻ തയ്യാറായി. നീ കത്തിയാൽ ദൈവം നിന്നെ ഒരു വിറകാക്കും. ദൈവത്തിൻ്റെ വചനമാക്കി ജനം വിറക. പൗലോസാകുന്ന വിറക് കത്താൻ തയ്യാറായപ്പോൾ ആത്മാവിൽ നിങ്ങൾ എടുക്കണം, പ്രവചന ദൂതായിട്ട് എടുക്കണം. കത്താൻ തയ്യാറായപ്പോൾ എന്ത് സംഭവിച്ചു? അണലിക്ക് ഇരിക്കാൻ പറ്റിയില്ല. ആ ദേശത്ത് മറഞ്ഞിരിക്കുന്ന പൈശാചി ശക്തി, ദേശശക്തി ഒരു രൂപത്തിലേക്ക് ആവാഹിക്കപ്പെട്ട് അവൻ്റെ കയ്യിലോട്ട് പറ്റി കേട്ടോ. പക്ഷെ എന്താ സംഭവിച്ചേ? ആ വിഷം അവൻ്റെ കയ്യെ കയറിയില്ല, മറിച്ച് അവനെ കാട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവാത്മാവിൻ്റെ തീ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ തീയുടെ ബലത്തെ കെടുത്തുന്ന ദൂതനിറങ്ങിയപ്പോൾ അഗ്നിമയമായ പ്രമാണത്തിലെ തീ വഹിക്കുന്ന ശക്തിയുടെ മുമ്പിൽ ആ ബലം കെട്ടുപോയതുപോലെ വിഷം പൗലോസിൻ്റെ ശരീരത്തോട്ട് അയച്ചതാണ്. പക്ഷേ പൗലോസിൻ്റെ മേലിൽ കത്തിയ തീ ആ വിഷത്തിൻ്റെ ശക്തിയെ കെടുത്തിയെന്ന് മാത്രമല്ല, വിഷം ചീറ്റിയ പാമ്പിനെ ആ തീക്കകത്തോട്ട് കുടഞ്ഞും കളഞ്ഞു. ദോഷമൊന്നും പറ്റത്തില്ല. ദോഷം പറ്റത്തില്ല. വിശ്വസിക്കുക. അവരെനിക്ക് അങ്ങനെ ചെയ്തു, ഇവരെനിക്ക് എന്തോ ചെയ്തു, കൂടോത്രം ചെയ്തു, നോ, നിന്നെ തൊടത്തില്ല. അത് അങ്ങനെ വിശ്വസിക്കുന്നേ, എന്നെ തൊടത്തില്ല. വിശ്വസിക്കങ്ങനെ. നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ ഇരിക്കും. അവർ വളരെ നേരം കാത്തു വീർക്കും. ഇപ്പം ചത്തു വീഴും. പക്ഷെ ആപത്തൊന്നും വരുന്നില്ലെന്ന് കണ്ടിട്ട് മനസ്സ് മാറി ദേവനെന്ന് പറഞ്ഞു. അതിനുശേഷം നടന്നതാ പ്രമാണി ഉൾപ്പെടെ സ്നാനപ്പെട്ടു. ഉണ്ടോ? പ്രമാണിയെ സ്നാനപ്പെടുത്തണം, നിന്നെ സമയത്തിന് മുമ്പ് എടുക്കാൻ പിശാച് നോക്കിയത് ദൈവം വിട്ടുകൊടുക്കുവോ? 3 മാസം കഴിഞ്ഞൊരു കപ്പൽ നിറച്ച് സമ്മാനം കയറ്റിയാണ് വിട്ടത്. ശുശ്രൂഷ അവിടെയും ഉണ്ടായിരുന്നു കേട്ടോ.
അതാ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. നന്മയ്ക്കായിട്ട് മാത്രം കൂടി വ്യാപരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന നിർണയപ്രകാരം വിളി സകലതും, ശകലമല്ല സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത് അത്ഭുതകരമായ വിപ്ലവകരമായ മാറ്റം സംഭവിക്കട്ടെ. വിപ്ലവകരമായ മാറ്റം സംഭവിക്കട്ടെ. യെസ്, മെലീത്തയുടെ മണ്ണിലെ അണലി അഭിഷക്തനെ പ്രീമച്ചൊഡത്തിലേക്ക് നയിച്ചെങ്കിലും പൗലോസിനു വേണ്ടി മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ തകർത്തവൻ ആ മരണത്തെ ജീവനാക്കി മാറ്റി അനേകരിലേക്ക് ജീവൻ പകരുന്ന ആത്മീക ശുശ്രൂഷയുടെ അടയാളമാക്കി തീർത്തതുപോലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മരണബന്ധനങ്ങൾ അഴിയട്ടെ. ആവാഹിച്ചു വിട്ട സകല സർപ്പശക്തികളും അഴിയട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവൻ വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.